ബൊഞ്ചോർ. അങ്ങനെ നമ്മൾ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോൾ ആദ്യം തന്നെ കണ്ടതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊപ്പോസലായിരുന്നു കേട്ടോ. പിന്നെ വിശന്നതുകൊണ്ട് ഒന്നും നോക്കിയില്ല, നേരെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നേരെ ഒരു ഹോട്ട് ചോക്ലേറ്റ് ക്യാപ്പച്ചീനോ ഒരു ക്രീപ്പ് ഓർഡർ ചെയ്ത് അതും തിന്നിങ്ങനെ നടന്ന് ബസ് പിടിക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് റോമ് ഫുള്ള് ഒരു മാരത്തോൺ നടക്കുകയാണ്, അത് കൊളോസിയത്തിൻ്റെ ചുറ്റും. അപ്പോൾ സച്ചു എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ സ്ഥലം നടന്ന് കാണണം, അതാണ് രസം, അല്ലാണ്ട് ബസ് പിടിക്കുന്നതല്ലെന്ന്. സോ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഒരു സിറ്റിയിൽ നിന്ന് അടുത്ത രാജ്യത്തേക്ക് തന്നെ നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇന്നത്തെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെ അൾട്ടർ ഓഫ് ഫാദർലാൻഡ് ഓർ വിക്ടോറിയാനോ എന്നറിയപ്പെടുന്ന ഇറ്റലിയിലെ തന്നെ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോണുമെൻ്റ് ആട്ടോ ഇത്. ആ കത്തുന്ന ഫ്ലെയിം ഉണ്ട്, അത് 24 hours കത്തിക്കൊണ്ടിരിക്കും. ഈ പ്ലേസിന് എപ്പോഴും 24 hours സോൾജേഴ്സ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഇതിനൊക്കെ റീസൺ എന്താണെന്നല്ലേ, യൂണിഫൈഡ് ഇറ്റലിൻ്റെ ഫസ്റ്റ് കിങ് ആയിട്ടുള്ള വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡിനെ ഹോണർ ചെയ്യാൻ വേണ്ടി ഇവർ ബിൽഡ് ചെയ്തതാട്ടോ ഇത്, അതും വിത്ത് വൈറ്റ് മാർബിൾസ് കൊണ്ട്. അതുകൂടെ അല്ലാണ്ട് വേൾഡ് വാർ ഫസ്റ്റിലെ മരിച്ചുപോയ എല്ലാ അൺനോൺ ഇറ്റാലിയൻ സോൾജേഴ്സിൻ്റെ കല്ലറ കൂടെയാണ് ഈ വിക്ടോറിയാനോ എന്ന് പറയുന്നത്. കൂടാണ്ട് ഇതൊരു മ്യൂസിയം കൂടിയാട്ടോ ഇത്. റോമിൻ്റെ കുറേ ഹിസ്റ്റോറിക്കൽ തിങ്സ് ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയെല്ലാം ഫ്രീ എൻട്രി ആട്ടോ. പിന്നെ ദാ കാണുന്നതാണ് കുതിരപ്പുറത്തിരിക്കുന്ന വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡ്. ഇതാണ് റോമിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ്. അങ്ങനെ ഞങ്ങൾ പയ്യനെ ഈ ഒരു പ്ലേസിനോട് ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇറങ്ങിട്ടോ. അടുത്തത് ദേ ഈ ഒരു ചർച്ചാട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഞങ്ങൾ രണ്ടും വാ പൊളിച്ച് തിന്ന്. ആ ഒരു കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനും ഓരോ എഫേർട്ട് ഇട്ട് കൊത്തുപണികളും പെയിൻറ്റിങ്സും ചെയ്ത ഇതേപോലത്തെ ബിൽഡിങ്സ് ഒരു ആർട്ട് പീസും തന്നെ നമുക്ക് പറയാട്ടോ. ഈ പള്ളിയെല്ലാം കണ്ട് നേരെ ഇറങ്ങിയത് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു. കുറച്ച് സ്വീറ്റ്സ് എല്ലാം തിന്ന് കുറച്ചധികം ത്രിഫ്റ്റ് ഷോപ്പിലെല്ലാം കയറിയതേ നടന്ന് റോമിൽ നിന്ന് ഞങ്ങൾ വത്തിക്കാൻ എത്താറായി. പിന്നെ ദേ ഈ കാണുന്നതാണ് ഇറ്റലിയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ടൈബർ നദി. എമിലി ഇൻ പാരീസ് എന്നുള്ള സീരീസ് കാണുന്നവർക്ക് ഞങ്ങളുടെ ഈ വീഡിയോ പല ഭാഗങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ വത്തിക്കാൻ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാട്ടോ. ബൈ ബൈ.